നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ സെക്കൻഡ് ട്രെയിലർ ലീക്ക് ആയതിനെക്കുറിച്ചും അതിലെന്താണ് കാണിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻസിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വന്ന് എല്ലാം ലീക്കായല്ലോ, ഇവന്മാർ ഇങ്ങനെ പോയാൽ പടവും ലീക്കാക്കുമെന്ന്. ആൻഡ് ഫൈനലി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പടവും ലീക്കായിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഈ ബ്രാൻഡ് ന്യൂഡനെ സംബന്ധിച്ചിട്ട് ഒരുപാട് ലീക്കാണ് വന്നുകൊണ്ടിരുന്നത്. ആദ്യം പ്ലോട്ട് ലീക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്റ്റോറി സിനോപ്സിസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ ഈ ചാനൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാം സത്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അതൊക്കെയാണ് നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളും. അതായത് സ്പൈഡർമാൻ ഓർഗാനിക് വെബ് കിട്ടുന്നതും ഹൾക്ക് വരുന്നതും എല്ലാ കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മുടെ സേഡി സിംഗിൻ്റെ ക്യാരക്ടർ ജീൻ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂട്ടൻ്റ് ആയിട്ടാണ് വരാൻ പോകുന്നതെന്നും നമ്മുടെ സേഡി സിംഗും പണിഷറും കൂടിയൊക്കെ ആരെയും റെസ്ക്യൂ ചെയ്ത് വരുന്ന പോലെയുള്ള ഒരു സീനൊക്കെ ഓൾറെഡി AI വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ട് ഓൾറെഡി അത് ലീക്കായിരുന്നു. അത് പിന്നെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഓൺലൈനിലൊക്കെ ഓൾറെഡി അത്യാവശ്യം ഓടിയിട്ടുള്ളതാണ്. ആക്ച്വലി ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമ്മുടെ സോണിയും കൂടി പാർട്ടായിട്ട് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊമോഷണൽ സ്റ്റണ്ടായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. കാരണം ഈ ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് മൈ ടൈം ടു ഷൈൻ, ഹലോ ഡാനിയൽ ആർപിക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇൻസൈഡേഴ്സ് ഉണ്ട്. ട്വിറ്ററിലാണെങ്കിലും ഫേസ്ബുക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവർ ഈ പടത്തിൻ്റെ കുറേ സ്റ്റോറി പ്ലോട്ട് ഇതൊക്കെ വെച്ചിട്ട് ഇവർക്ക് കുറേ ലീക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഇവർ അത് അത്യാവശ്യം കഥയിനൊന്നും സ്പോയിൽ ആവാത്ത രീതിക്ക് അത് പോസ്റ്റ് ചെയ്യും. അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. നമ്മളെപ്പോലെ ഇങ്ങനെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരും ഉണ്ടാവും. അങ്ങനെ അവരതൊക്കെ എടുത്ത് കണ്ടൻറ്റ് ആക്കുകയും ചെയ്യും. ആ പടത്തിനുള്ളൊരു ഹൈപ്പ് കയറുന്നല്ലാതെ അത് കാരണം വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവത്തുണ്ടാവില്ല. ഇനി ആൾക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ലീക്കൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ഇതൊക്കെ ഫേക്ക് ആണെന്ന് പറഞ്ഞ് തള്ളി കളയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടങ്ങൾ വരുമ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ്. അതായത് ഇതിന് മുമ്പ് നമ്മൾ സ്പൈഡർമാൻ നോ വേ ഹോമിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്. അതായത് 4K റെസൊല്യൂഷനിൽ നമ്മുടെ ആൻഡ്രൂ ഗ്രാഫിൻ്റെയും ടോബി മെഗ്വയറിൻ്റെ ഒക്കെ പിക്ചർ വരെ റിലീസായിട്ട് അത് ഡീപ്പ് ഫേക്കിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് സോണി ആ ടൈമിൽ അത് തള്ളിക്കളഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ഇട്ട് ആ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്ന എല്ലാ ചാനൽസും ട്വിറ്റർ അക്കൗണ്ടും എല്ലാം ബാൻ ചെയ്ത് പൊക്കോണ്ടുണ്ടായിരുന്നു. അവർ തന്നെ ഓൾമോസ്റ്റ് അത് റിവീൽ ചെയ്തു. പക്ഷേ അത് അങ്ങനെ അല്ല എന്നുള്ള രീതിക്കും അവരത് പ്രൊമോട്ട് ചെയ്തു. എന്നിട്ട് ആ പടത്തിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു സർപ്രൈസ് മൊമെൻറ്റ് അതിൽ ക്രിയേറ്റ് ആയി. അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ അവർ ഈ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ എവിടെയോ എന്തോ കൈവിട്ട് പോയിട്ടുണ്ട്. ഫസ്റ്റ് ട്രെയിലർ ഇതേപോലെ ലീക്കായി അതിനുശേഷമാണ് സോണി അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ട്രെയിലർ ഇറക്കുന്നത്. അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കും ഫസ്റ്റ് ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടാവുക. ആ ഫസ്റ്റ് ട്രെയിലറിന് ശേഷം ഒരുപാട് സീൻസൊക്കെ ലീക്കായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സേഡി സിംഗിൻ്റെയും പണിഷറിൻ്റെയും ഒക്കെ. അതിനുശേഷം സെക്കൻഡ് ട്രെയിലറിൻ്റെ ഓഡിയോ മാത്രമായിട്ട് ഫസ്റ്റ് റിലീസായി. അതിനുശേഷം ഓൾറെഡി എന്തായാലും ഈ ഓഡിയോയുടെ HD കട്ട് ഏതോ ഒരുത്തൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവനെന്താക്കി അത് സൂം ചെയ്ത് ക്രോപ്പ് ചെയ്ത് ആർക്കും കാണാൻ പറ്റാത്ത രീതിക്ക് അതിട്ടു. ഇപ്പോൾ ഫുൾ HD വെർഷനിൽ തന്നെ അത് നിങ്ങൾക്ക് ഓൺലൈനിൽ ഫേസ്ബുക്ക്, ട്വിറ്റർ ഇവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാം. എന്തിന് യൂട്യൂബിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റുമോ. അപ്പോൾ ഈ ട്രെയിലറിലേക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നീ ഈ പറഞ്ഞു കണ്ടന്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും പടത്തിനെ സ്പോയിൽ ചെയ്യില്ലേന്ന് നിങ്ങൾ വിചാരിക്കാം. പക്ഷേ അതൊരു തരത്തിൽ പടത്തിന് സ്പോയിൽ ചെയ്യത്തില്ല. കാരണം ഈ ട്രെയിലർ ലീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ തന്നെ കാണാൻ വേണ്ടി പോകുന്ന കാര്യമാണ് ഈ ട്രെയിലർ. എന്തായാലും ആ ഒരു കാര്യം ഓൾറെഡി ഏതോ ഒരുത്തർ ലീക്ക് ചെയ്തു. അതും തെറ്റിത്തരാണ്. എന്നാലും ചിലപ്പോൾ പറയാൻ പറ്റില്ല സോണിക്ക് തന്നെ ഇതിൽ വല്ല പങ്കുകൊണ്ടോന്ന്. മാത്രമല്ല ഈ മാർവൽ, സോണിയുടെ പ്രത്യേകിച്ച് ഈ സൂപ്പർ ഹീറോ പടങ്ങളുടെ ട്രെയിലർ വെച്ചിട്ട് ഒന്നും തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് അത് മാർവലിൻ്റെ പടങ്ങളാണല്ലോ. ഇവന്മാർ ട്രെയിലർ ഒന്ന് കാണിച്ച് പടത്തിൽ വേറെ ഒന്നായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. നോവേ ഹോമിലും നമ്മളെ ഇൻഫിനിറ്റി വാർ, എൻഡ് ഗെയിം ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അതായത് ട്രെയിലറിലുള്ള ചില ഭാഗങ്ങളൊന്നും നമ്മൾ പടത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. പടത്തിലുള്ള ചില ഭാഗങ്ങൾ അതേപോലെ ആയിരിക്കില്ല ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ടാവുക. ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതൊരു മൂവിയിലേക്ക് വരുമ്പോൾ അതത്ര ചില്ലറ സംഭവമല്ല. കാരണം ഈ ട്രെയിലർ ഈ സംഭവങ്ങളൊക്കെ ലീക്ക് ആവുന്നതാണെങ്കിലും ഇതൊക്കെ ഓൾറെഡി എന്തായാലും യൂട്യൂബിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഈ പടം എന്ന് പറയുന്നത് ചുമ്മാ ഒന്നല്ലല്ലോ. 100-200 മില്യണും മുടക്കിയിട്ട് ഇവന്മാർ പടം എടുത്ത് വിട്ടിട്ട് നമ്മളത് ഓസിക്കിരുന്ന് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വെറുതെ വിടില്ലല്ലോ. 2 ദിവസം മുമ്പ് വരെ ഈ പടത്തിൻ്റെ ഒറിജിനൽ അൺകട്ട് മൊത്തം VFX ഒന്നും കഴിയാത്ത അൺഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു കട്ട് ആരുടെ കയ്യിലുണ്ടെന്നും അത് ലീക്കാക്കാൻ പോവാണെന്നും ലീക്കായെന്നും ഇപ്പോൾ ലീക്കായി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ റൂമേഴ്സ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ലീക്കായെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ ട്വിറ്ററിലാണെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് എവിടെ തപ്പിയാലും ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും. ഇങ്ങനെ പടം അവിടുന്ന് പുറത്തായി ഇവിടുന്ന് പുറത്തായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയും. പക്ഷേ എന്നാലും കുറച്ച് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻസൈഡേഴ്സിൻ്റെ അടുത്തുനിന്ന് അങ്ങനെയുള്ള ഒരു റിപ്ലൈ കിട്ടുമ്പോഴേ നമുക്കതൊരു കൺഫർമേഷനിൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ അത്യാവശ്യം ടോപ്പായിട്ടുള്ള ഒരു 2 ഇൻസൈഡേഴ്സാണ് ഡാനിയൽ ആർപിക്കെ പിന്നെ മൈ ടൈം ടു ഷൈൻ ഹലോ. ഇനി ഇവന്മാർ തന്നെ ഇങ്ങനെ പറയുമ്പോൾ അത് നമുക്കങ്ങനെ തള്ളിക്കളയാനും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവന്മാരെ ഇങ്ങനെ ലീക്കൊക്കെ എന്തായാലും പറയുന്നവന്മാരല്ലേ, അപ്പോൾ ഇവന്മാരെ എന്തിനു വിശ്വസിക്കണം എന്നല്ലേ. അങ്ങനെ ഇവന്മാർ ചുമ്മാ അങ്ങനെ ഒരു ലീക്കാണെന്ന് പറഞ്ഞ് തള്ളി വിടത്തില്ല. കാരണം ഇവർക്കും അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യൂവർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവരും അത്യാവശ്യം സത്യമാണെങ്കിൽ മാത്രമേ ഇവന്മാർ തന്നെ പോസ്റ്റ് ചെയ്തുള്ളൂ. ഇങ്ങനെ ഇവന്മാർ പോസ്റ്റ് ചെയ്തിട്ടുള്ള 99% സംഭവം അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഡൂംസ്റ്റേ ഇറങ്ങുന്ന ടൈമിൽ എക്സ്മെൻസ് വരാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് ഇവരാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡൂംസ്റ്റേയുടെ ആ ഷൂട്ടിംഗ് സ്റ്റിൽസും ആ സെന്റിനൽസിനെ കാണിക്കുന്ന
ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഒക്കെ ഇവർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ തന്നെ നമ്മുടെ ഹൾക്ക് വരാൻ വേണ്ടി പോകുന്നതും ഇതിൻ്റെ പ്ലോട്ട് ലീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി പുറത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പോഴും കുറേ കാര്യങ്ങൾ ഇങ്ങനെ തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലതൊക്കെ നടക്കും, ചിലതൊക്കെ നടക്കില്ല. ഓൾമോസ്റ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ നടക്കുന്നുണ്ട്. നമ്മുടെ സേഡി സിംഗിൻ്റെ ക്യാരക്ടർ ജെയിൻ ഗ്രേ ആയിട്ടാണ് വരാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ ഓൾമോസ്റ്റ് 90% കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഹൾക്ക് വരാൻ വേണ്ടി പോവാണെന്നുള്ളത് നിങ്ങൾ ആ സെക്കൻഡ് ട്രെയിലർ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും ഹൾക്ക് എന്തായാലും വരുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു VFX വർക്ക് മൊത്തം കഴിയാത്ത ഒരു വെർഷനാണ് ഇപ്പോൾ ആ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ ഹൾക്ക് ഇതുവരെ ഇല്ലാത്ത അത്രയും ഒരു സൈസിൽ വലുതാവുന്ന പോലെയും നമ്മുടെ സ്പൈഡർമാൻ തന്നെ കണ്ടിട്ട് ഞെട്ടുന്ന പോലെ, അതായത് ഹൾക്കിന് ഇത്രയും വലുതാവുന്ന സ്പൈഡർമാൻ പോലും വിചാരിക്കാത്ത രീതിക്ക് ഒരു വലുപ്പത്തിൽ നമ്മുടെ ഹൾക്ക് മാറുന്ന പോലെയും ഹൾക്ക് ഒരു തണ്ടർ ക്ലാപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്പൈഡർമാനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന പോലെയും ആ ഒരു ട്രെയിലറിൽ തന്നെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഈ ലീക്കുകളിലൊക്കെ സോണിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 50% ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സ്പൈഡർമാൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് മുതലുള്ള സോണിയുടെ ഒരു പ്രൊമോഷൻ സ്റ്റണ്ട് തന്നെ അങ്ങനെ തന്നെയാണ്. അതായത് സ്പൈഡർമാൻ്റെ ആ ബിഹൈൻഡ് ദ സീൻ ഫുട്ടേജസ് റിലീസ് ആവുന്നതാണെങ്കിലും സ്പൈഡർമാൻ ആ ഷൂട്ടിംഗ് തുടങ്ങുന്നത് കാണിക്കുന്നതാണെങ്കിലും അതിൻ്റെ ആ മൊത്തം ആ ടാങ്കർ സീക്വൻസസ് ഒക്കെ കാണിക്കുന്നതാണെങ്കിലും ആ ഒരു രീതിക്കാണ് ഇവർ മൊത്തം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ലീക്ക് പടത്തിൽ എന്തൊക്കെയാണോ വരാൻ പോകുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചാണ് ഇവർ മൊത്തം പടത്തിനുള്ള ഹൈപ്പ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് തന്നെ. സോ ഈ ലീക്കുകളും ചിലപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്, ചിലപ്പോൾ ഇവരറിഞ്ഞിട്ടും കണ്ടില്ലെന്ന് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. കാരണം അത്യാവശ്യം ബുദ്ധിയുള്ള ആരെങ്കിലും ഒന്നും വിചാരിച്ചാൽ തന്നെ പോരെ. കാരണം അത്രയും വലിയ സ്റ്റുഡിയോസിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലീക്കായിട്ട് ഇറക്കുകയാണെങ്കിൽ അവരത്രയും ചുമ്മാതിരിക്കത്തില്ല. അവർക്ക് അതിനനുസരിച്ചുള്ള ടീം ഉണ്ടാവും, ബാക്കപ്പ് ഉണ്ടാവും. അവരെന്തായാലും ലീഗലായിട്ട് അത് പോവുകയും ചെയ്യും. അത് അത്രയും പെട്ടെന്ന് തന്നെ അവർ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. സോ എന്നിട്ട് ഇങ്ങനെയൊക്കെ ലീക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പങ്കുണ്ടാവും. ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. അതായത് ഈ മൊത്തം പടത്തിന് തന്നെ അൺഫിനിഷ്ഡ് വെർഷനാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത്. അതുള്ള ആളും നമ്മുടെ സോണിയും തമ്മിൽ ഒരു നെഗോസിയേഷൻ നടക്കുന്നുണ്ട്. $430 എങ്ങാനും അവർ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോൾ റൂമേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വെറുതെ തള്ളായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. $430 പിന്നെ പൊട്ടനല്ലേ. എൻ്റെ കൈ കിട്ടിയാൽ തന്നെ ഞാൻ പറയും ചിലപ്പോൾ 1 million ആണെന്ന്. എന്തായാലും ഇതുവരെയും സോണി ഒഫീഷ്യലായിട്ട് ഈ പടം ഇങ്ങനെ റിലീസായെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഈ ഒരു സംഭവം നമ്മുടെ ഈ പടത്തിനെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പടം ലോസ് ആവില്ല. കാരണം സ്പൈഡർമാൻ്റെ പടമാണ്. അത് എങ്ങനെ തലകുത്തി പറഞ്ഞാൽ അവർക്ക് ഡബിൾ പ്രോഫിറ്റ് ആയിട്ട് എന്തായാലും വരാൻ പോകുന്നുള്ളൂ. പക്ഷേ ഇതെങ്ങാനും ഇനി ഓൺലൈനിൽ ലീക്ക് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയും പടം ഒഫീഷ്യലി റിലീസാകാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 1.5 മാസത്തോളം ഉണ്ട്. ആ 1.5 മാസത്തോളം, അതായത് ഇപ്പോൾ ഇനി പടം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 4-5 ദിവസമാണെങ്കിൽ നമുക്കൊരു 3-4 ദിവസത്തൊക്കെ ഫോണൊക്കെ കടിച്ചു പിടിച്ചിട്ടാണെങ്കിലും യൂസ് ചെയ്യാതിരുന്നിട്ട് ഈ ലീക്സ് എന്നൊക്കെ ഒഴിവാകുമായിരുന്നു. പക്ഷേ ഇത് ലീക്കാവുകയാണെങ്കിൽ 1.5 മാസമുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ ഇതിൻ്റെ മെയിൻ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ പെട്ടുപോകും. സോ ആ ഒരു പടം കാണുന്ന ടൈമിൽ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ചിലപ്പോൾ പോയെന്ന് വരും. അത് ആ ഒരു പടത്തിൻ്റെ കളക്ഷനെയോ ആ മൊത്തം ഒരു സംഭവത്തിനെ നല്ല രീതിക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കാം. ആക്ച്വലി സോണിക്ക് ഇതേപോലെ ഒരു പരിപാടി ആദ്യമായിട്ടൊന്നല്ല പറ്റുന്നത്. ഈ സോണി തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻസോമേനിയയുടെ ഏതോ ഒരു വോൾവറിൻ്റെ ഒരു ഗെയിം അങ്ങനെ ഉണ്ട്. അതിൻ്റെ ഒരു 1.5 GB അടങ്ങുന്ന ഒരു TB ഫയൽ എങ്ങാണ്ടും നമ്മുടെ ഏതോ ഒരു ഹാക്കർ അടിച്ചു മാറ്റിയിട്ട് അതിൻ്റെയൊക്കെ ഫുട്ടേജസ് ഓൾറെഡി ഗെയിം റിലീസാവുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബിലും എക്സിലൊക്കെ വന്നു കഴിഞ്ഞു. അതിന് ശേഷമാണ് ഗെയിം റിലീസായത്. പക്ഷേ അതെന്നാലും ഫുട്ടേജസ് മാത്രമാണ് റിലീസായിട്ടുള്ളത്. അത് ഗെയിം പ്ലേ ഒന്നല്ല. പക്ഷേ എന്നാലും അത് ഗെയിമാണ്, ഇത് പടമാണ്. അതുപോലെയല്ല ഇത് നല്ല രീതിക്ക് ബാധിക്കും. ഫോർ എക്സാമ്പിൾ ഇത് ഇങ്ങനൊരു പടം ലീക്കാവുന്നത് തന്നെ ഇപ്പോൾ ഹോളിവുഡിൽ ആദ്യമായിട്ടല്ല നടക്കുന്നത്. ഇതിനു മുമ്പ് ഈ അടുത്ത് തന്നെ നമ്മുടെ അവതാർ ദ ലാസ്റ്റ് എയർ ബെൻഡറിൻ്റെ ഒരു ആനിമേറ്റഡ് മൂവി അതും മൊത്തം പടവും ലീക്കായി. അതെന്തായാലും തിയേറ്ററിൽ റിലീസാകാൻ വേണ്ടിയിട്ടുള്ള OTTയിൽ റിലീസാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും അത് ഓൾറെഡി റിലീസായി കഴിഞ്ഞു, ലീക്കായി കഴിഞ്ഞു. പിന്നെ വേറെയും കുറച്ച് ഇൻസൈഡേഴ്സ് പറയുന്നുണ്ട്. അതായത് ട്രെയിലേഴ്സ്, കുറച്ച് ഫോട്ടോസ്, ക്ലിപ്സ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി എന്തായാലും റിലീസായിട്ടുണ്ട്. അതെന്തായാലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ പടം റിലീസായെന്ന് പറയുന്നത് സത്യമല്ല എന്ന് പറഞ്ഞിട്ടുള്ള വേറെയും കുറേ ഇൻസൈഡേഴ്സൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏത് വിശ്വസിക്കണമെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. കാരണം പടം തന്നെ റിലീസായെന്ന് പറഞ്ഞാലും ഇപ്പോൾ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ലീക്കാക്കുന്നുണ്ടെങ്കിൽ പടം ലീക്കാവാൻ ചാൻസ് ഉണ്ടല്ലോ. ഇനി പടം എങ്ങാനും ഇപ്പോൾ ലീക്കായി തൊലയാണെങ്കിൽ അത്യാവശ്യം റീലിലൊന്നും ആരും അതൊന്നും കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പഞ്ച് പോയി. ഈ പടമൊക്കെ തിയേറ്ററിൽ കാണേണ്ട പടമല്ലേ, ആഘോഷിക്കാനുള്ള പടങ്ങളല്ലേ. ഈ ലീക്ക് കണ്ടിട്ട് നമുക്ക് എന്നാ കിട്ടാനാ? ഇനിയിപ്പോൾ ലീക്ക് കണ്ടാലും പടം ഓടുന്നുള്ള കാര്യം എന്തായാലും നമുക്ക് ഉറപ്പാണ്. ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ വിജയുടെ മറ്റേ ജനനായകൻ. കാരണം അതിൻ്റെ ഫുൾ HD 4K എല്ലാ സൈസിലുള്ള വെർഷൻസും ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. പക്ഷെ എന്നാലും ഒട്ടുമിക്ക കുറേ പേരൊക്കെ അത് വേണ്ട, ആ സാധനം കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ടാവും. പടം തിയേറ്ററിൽ തന്നെ കാണാമെന്ന് പറഞ്ഞിട്ട്. എന്നാലും മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ ആ പടം കണ്ടു കഴിഞ്ഞു. പക്ഷേ എന്നാലും ആ പടം ഇറങ്ങുമ്പോൾ അത്യാവശ്യം എല്ലാവരും പോയി കാണും. കാരണം അത് വിജയുടെ പടമാണ്. അതേപോലെ തന്നെയാണ് ഇതിനിപ്പോൾ ആരൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരും പോയി കാണും. ഫാൻസ് എന്തായാലും പോയി കാണും. കാരണം സ്പൈഡർമാൻ്റെ പടമാണ്. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ലീക്സ് ഇറങ്ങുവാണെങ്കിൽ മാക്സിമം അതെല്ലാവരും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
ഇതൊന്നും മാത്രമല്ല, ഇവന്മാർ ഈ ബ്രാൻഡ്യുടെ മാത്രം അൺകട്ട് വേർഷൻ മാത്രമല്ല, ഡൂംസ്ഡേയുടെ ചില ക്ലിപ്സൊക്കെ ഇവന്മാരുടെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നെഗോഷിയേറ്റ് ഒക്കെ ചെയ്യുന്നത്. ദൈവത്തിനറിയാം എന്തൊക്കെ ആവുന്നു. കാരണം മാർവലൊക്കെ ആയിട്ടാണ് സംഭവം നടക്കുന്നത്. എന്തിനാവുന്നൊക്കെ കണ്ടു തന്നെ അറിയാം. പിന്നെ ഒരുപാട് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, അതായത് എന്തായാലും ഇപ്പോൾ ലീക്കായിട്ട് മൊത്തം സാധനം 4K HD തന്നെ സെക്കൻഡ് ട്രെയിലർ എന്തായാലും റിലീസായി കഴിഞ്ഞു. ഇനി അത് ഒഫീഷ്യലി യൂട്യൂബിൽ നമുക്ക് എപ്പോൾ കാണാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 2-3 ദിവസം എന്തായാലും വെയിറ്റ് ചെയ്താൽ മതി. കാരണം നമ്മുടെ ടോം ഹോളണ്ട് തന്നെ വന്നിട്ട് ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു, അതായത് 17-ാം തീയതിയാണ് ഇതിൻ്റെ ടിക്കറ്റ് സെയിൽസ് ഒക്കെ തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ ഒരു ഷോർട്സ് പോലെ സംഭവിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു. സോ ആ ഒരു ടിക്കറ്റ് സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമിൽ അതിൻ്റെ ഒരു പ്രൊമോ പോലെ ആയിരിക്കും ചിലപ്പോൾ ഈ സെക്കൻഡ് ട്രെയിലർ റിലീസാകാൻ വേണ്ടി പോകുന്നത്. സാധാരണ അങ്ങനെയാണ് സെക്കൻഡ് ട്രെയിലർ റിലീസ് ആവാറ്, അതിൻ്റെ ആ ടിക്കറ്റ് സെയിൽസ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ആ 17-ാം തീയതിയോ അല്ലെങ്കിൽ 16-ാം തീയതിയോ നമുക്ക് ഒഫീഷ്യലി ആയിട്ട് യൂട്യൂബിൽ ഈ ഒരു സെക്കൻഡ് ട്രെയിലർ കാണാൻ പറ്റുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ നമുക്ക് അന്ന് നോക്കാം. അപ്പോൾ പുതിയൊരു വീട്ടിൽ കാണുന്നവരെ ബൈ.